ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ബുക്ക് മാർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസിൽ ഒന്ന് ഫയൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുക, ഒട്ടിച്ചെടുക്കുക കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇങ്ങനെ ഇതിൽ, ഞാനിപ്പോൾ പെയിൻറ്റ് വാട്ടർ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് 4-5 കളേഴ്സ് ഇതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്ന് കഴിഞ്ഞ് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ കൊടുക്കുമ്പോൾ അപ്പോൾ താഴെ പോണൊക്കെ നിങ്ങൾ കണ്ടാവും. അപ്പോൾ ഞാനിത് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കണത് തന്നെ. അപ്പോൾ നമ്മൾ ഇതാക്കിയതിന് ശേഷം, ഇതിപ്പോൾ വാട്ടർ കളർ ആയതുകൊണ്ട് വാട്ടർ കളർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളടുത്ത് ഇപ്പോൾ മാർക്കറൊക്കെ ഉണ്ടാവില്ല, വലിയ മാർക്കറല്ല കേട്ടോ, ചെറിയൊരു മാർക്കർ, അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ചൊക്കെ ആയാലും മതി. സ്കെച്ചാകുമ്പോൾ അതുപോലെ ഇത്രയും ഇതിന് വരുമോ അറിയില്ല. മാർക്കർ ആകുമ്പോൾ ഒന്നുകൂടി നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് എന്ത് ചെയ്യുക, അതിലിങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ നമ്മൾ മാർക്കർ വെച്ച് പാറ്റേൺസ് വരക്കാൻ പാടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ വരക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ലീഫ് മാത്രം ഇങ്ങനെ വരച്ചിട്ട് പാറ്റേൺ ആക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഒരു റോസ് ഫ്ലവറും ലീഫും വെച്ചിട്ടാണ്. അപ്പോൾ റോസ് ഫ്ലവർ കുറച്ച് സ്ഥലത്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന് കുറച്ച് ലീവ്സും ആഡ് ചെയ്തിട്ട് പിന്നെ അത് ആദ്യം ഒന്ന് വരക്കുക. പിന്നെ വരച്ച് എല്ലാം ഫുള്ളായതിന് ശേഷം നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിൻ്റെയും ബോർഡർ ഉണ്ടാവുമല്ലോ, ബോർഡർ ഒന്നും കൂടി എന്ത് ചെയ്യുക, മാർക്കർ വെച്ച് കട്ടി കൂട്ടി കൊടുക്കുക. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബുക്ക് മാർക്കിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈൻ ചെയ്തെടുക്കാം കേട്ടോ. മാർക്കർ വെച്ചാൽ വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ തന്നെ ഭംഗിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒക്കെ വരച്ചതിന് ശേഷം ഒരു കുഞ്ഞ് ചെറിയ ലീഫും കൂടി വരച്ചു കൊടുത്തപ്പോഴാട്ടൊക്കെ ഒന്നും കൂടി ഭംഗി തോന്നിയത്. അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തേ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഐഡിയ വരും, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളെ ബുക്ക് മാർക്ക് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബുക്ക് മാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരിക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ട ഇൻഷാ അല്ലാ. ടാറ്റ.